ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബൈബിളിൽ വളരെ പ്രസിദ്ധമായ ഒരു വചനമാണ്, നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കുവിൻ. ഉപമയൊക്കെ നമുക്ക് വളരെ കാര്യമായിട്ട് അറിയാം. അപ്പം ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഈ കുടുംബജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സദാ ജാഗരൂകരായിരിക്കുവിൻ എന്നുള്ളത് എപ്പോഴും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ജാഗരൂകരായിരിക്കേണ്ട ചില പോയിന്റുകളെ കുറിച്ച് ചോദിച്ചാലോ എന്ന് തോന്നുവാണ്. അതായത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാകും. ചില കാര്യങ്ങൾ ഒഴിവാക്കിയാൽ, ചില കാര്യങ്ങൾ ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയായി എണ്ണ തീരാതെ അങ്ങ് വരെ എത്താം. നമ്മൾ ചില പാക്കറ്റുകളുടെ പുറത്ത് വായിക്കുവേ, ഈസിലി ബ്രിട്ടിൽ, പെട്ടെന്ന് പൊട്ടിപ്പോകും, ഗ്ലാസ്സാണ്, ശ്രദ്ധിക്കുക. ഇതുപോലെയാണ് ഒരു മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് ഒരു കാറ്റത്ത് നടക്കുമ്പം കെടാതിരിക്കാൻ വേണ്ടി സദാ ജാഗരൂകരായിരിക്കും. ജീവിതവും ഇങ്ങനെ ചെറിയ ഗ്ലാസ്സാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തകരാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, വിവാഹം എന്നൊക്കെ പറയുന്നത് ശരീരത്തിന് പുറത്ത് ഹൃദയമുള്ള ഒരു ജീവിയെ പോലെ. ഏത് കാറ്റും ഏത് മഴയും പനി പിടിപ്പിക്കും, ഏത് ചൂടും കാലാവസ്ഥ വ്യതിയാനവും പനി പിടിപ്പിക്കും. ദേഹത്തിന് പുറത്ത് ഹൃദയമുള്ള ഒരു ജീവിയെ പോലെ. ദേഹത്തിന് പുറത്ത് ഹൃദയം. അതുകൊണ്ടാണ് പെട്ടെന്നത് ഈസിലി ബ്രിട്ടിലാവും. അതാണ് കുടുംബം. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധാപൂർവം കൊണ്ടുപോയില്ലെങ്കിൽ ഒരുപാട് പാളിച്ചകളുണ്ട്. അത് നമ്മൾ എളുപ്പമാണെന്ന് ഓർക്കരുത്. അങ്ങനെ എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി കൊണ്ടുപോയവരാണ് ജീവിതം വിജയിച്ചവർ. എളുപ്പമാണെന്ന് കരുതിയവരാണ് ജീവിതം തകർത്തവരും. നമുക്കൊരു ജാഗരൂകത എന്തെങ്കിലും വേണം. എവിടെ നമ്മളുണ്ടല്ലോ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ജാഗരൂകതയോടെയാണ് പോവുക. ഇരുട്ടത്ത് നടക്കുമ്പോൾ, കുന്നും മലയും മുള്ളുമുള്ള വഴിയിലൂടെ പോകുമ്പോഴൊക്കെ നമുക്ക് ഒരു ജാഗരൂകതയാണ്. അത് വിവാഹത്തിലും എപ്പോഴും നമ്മുടെ മനസ്സിലൊരു ശ്രദ്ധ, ഓരോ ദിവസവും പറയുന്ന വാക്ക്, നടക്കുന്ന വഴി, എടുക്കുന്ന സ്റ്റെപ്പ്, കമൻറ്റുകൾ എല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്കൊന്ന് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഓരോരോ മേഖലകളിലൊന്ന് ടച്ച് ചെയ്ത് പോകാൻ തോന്നുന്നു. ഈ പരസ്പരം ചെലവഴിക്കുന്ന സമയത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പലപ്പോഴും പറയും, സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നത് അത് പാഴായി പോകുന്നതല്ല, അത് പടുത്തുയർത്താൻ സഹായിക്കുന്നതാണ്. ഒരുപക്ഷെ നമുക്കിന്ന് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം സമയമില്ല എന്നുള്ളതാണ്. ഭാര്യയ്ക്കും സമയമില്ല, ഭർത്താവിനും സമയമില്ല. എല്ലാവർക്കും ലോകത്ത് 24 മണിക്കൂർ. എല്ലാവരും ആ 24 മണിക്കൂർ കൊണ്ട് മനോഹരമായ രംഗം എഴുതുന്നവരുണ്ട്, ഒരുപാട് പണി ചെയ്യുന്നവരുണ്ട്. അത് 24 മണിക്കൂർ ചുമ്മാ ഉഴപ്പി കളയുന്നവരുമുണ്ട്. ഇവിടെയാണ് പ്രയോറിറ്റി. നമുക്കൊരു ടൈം ടേബിൾ വേണം ജീവിതത്തിലെ. അപ്പം അതിലിങ്ങനെ പത്രം വായിക്കാൻ അരമണിക്കൂർ, ടി വി കാണാൻ അരമണിക്കൂർ, പ്രാർത്ഥനയ്ക്ക് അരമണിക്കൂർ, ഭക്ഷണം കഴിക്കാൻ അരമണിക്കൂർ, അലക്കാനും തേക്കാനും ഒക്കെ 1 മണിക്കൂർ, ജീവിത പങ്കാളി കൂടി ഇരുന്ന് മിണ്ടാൻ അരമണിക്കൂർ. അത് നമ്മളുണ്ടാകണം. അപ്പം 5 മിനിറ്റായിട്ട് കുറയ്ക്കുന്നുണ്ടോ സംശയമുണ്ടല്ലേ? ശരിയല്ല. അവിടെ ഏറ്റവും നല്ലത് ഈ കണ്ണാടിയിലേക്ക് എഴുതി വെക്കണം, എൻ്റെ ഭാര്യയുടെ കൂടെ 30 മിനിറ്റ് ചുമ്മാ എഴുതി വെക്കണം. അപ്പം മുടി ഇരുമ്പോഴും മുഖം മെരുകുമ്പോഴൊക്കെ ഇത് കാണും. അത് റിമൈൻഡറായിട്ടേ. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ഇരുന്ന് മിണ്ടാൻ ഒരവസരം, അത് ഏറ്റവും വലിയ മുൻഗണനയായിട്ട് നമ്മളിതിന് കൊടുക്കണം. നമ്മളിത് കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇതൊരു ബലപ്രയോഗമാണ്. നമ്മൾ ഏറ്റവും അയയുന്നത്, ഏറ്റവും സൗകര്യമുള്ള കാര്യം ചുമ്മാ വേണ്ടെന്ന്. എപ്പോഴാണെങ്കിലും അവൈലബിൾ ആണല്ലോ, എപ്പോഴാണെങ്കിലും മിണ്ടാലോ. ചുമ്മാ രാഷ്ട്രീയം വായിച്ച് നോക്കിയിട്ട് എന്നാ കാര്യം എം എൽ എ ആകാൻ പോകുന്നുണ്ടോ? അല്ലെ ക്രിക്കറ്റ്, ഞാൻ നാളെ ടെൻഡുൽക്കറാകാൻ പോവാണ്. അതൊക്കെ മിനിമം അറിഞ്ഞാൽ മതി. പത്രവായന പോലും നിര്യാതരായവരുടെ കോളോ പ്രധാന വാർത്തയോ പലതും വാട്സപ്പിലും ഒക്കെ ഫോണിലും വരുന്നുണ്ട്. ആവശ്യമില്ലാത്ത സമയം ചുമ്മാ കളയൽ. പക്ഷെ നമ്മളിങ്ങനെ വിചാരിക്കില്ലേ, പലരും പറയില്ലേ, എന്ത് ഇതിനു വേണ്ടി പറയാനുള്ളത്? ഇപ്പോൾ എല്ലാ ദിവസവും 1/2 മണിക്കൂർ ഭാര്യയോട് സംസാരിക്കാൻ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കുന്നുണ്ടോ? നേരം വെളുക്കുന്നു, സന്ധ്യയാകുന്നു, അല്ലാതെ ഒന്നും ഇല്ലല്ലോ എന്നാണ് ചിലരുടെയൊക്കെ കമൻറ്റ് പോകുന്നത്. നമ്മൾ ഈ പള്ളി കഴിഞ്ഞ ചേട്ടത്തിമാരെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകും. പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് കാര്യം പറയും. എന്നും ഒരുമിച്ച് പോകുന്നവരാ. ബാക്കി കുർബാന കഴിഞ്ഞ് പറയാൻ കേട്ടോന്ന് പറയും. പിന്നെ പോകുന്ന വഴിക്കും പറയും, എന്നാൽ ബാക്കി നാളെ ആട്ടെന്ന് പറയും. പുത്തൻ ലോകമഹാ യുദ്ധങ്ങളോ കണ്ടുപിടുത്തമൊന്നുമില്ല. പക്ഷെ വിഷയം തീരിയല്ല, സ്നേഹമുണ്ട്. സ്നേഹത്തിൻ്റെ പങ്ക് ഒരു ഉള്ളെടുപ്പമുള്ളടത്തൊരു ഇഴയെടുപ്പമുണ്ട്.
ആ ഇഴയെടുപ്പം വന്നു കഴിയുമ്പോഴത്തേക്ക് വിഷയദാരിദ്ര്യം ഉണ്ടായില്ല. എന്നും പുതിയ ആകാശം, പുതിയ ഭൂമി ഇഷ്ടം പോലെ പറയാനുണ്ട്. അപ്പോൾ ചിലപ്പം കാണും എപ്പോഴും പ്രായമായ കാരണന്മാർ ചുമ്മാ വർത്താനം പറഞ്ഞ് കസേരയിൽ ഇങ്ങനെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. പുതിയൊന്നും ഉണ്ടായിട്ടല്ലല്ലോ, പക്ഷെ തീരാത്ത ഒരു ഖനി ഉള്ളിലുണ്ട്. അത് സ്നേഹത്തിൻ്റെ ഖനിയാണ്. ആ ഖനിയിൽ നിന്നും ഒത്തിരി നിധികൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഒരിക്കലും തീരുന്നില്ല. ഇവിടെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല എന്ന് പാടുക എന്ന് പറഞ്ഞ പോലെ വർത്തമാനം തീർന്നിട്ടില്ല, വിഷയങ്ങൾ തീർന്നിട്ടില്ല, ഒരുപാട് കിടപ്പുണ്ട്. അത് സ്നേഹം ദിവസം തോറും അത് വീണ്ടും വീണ്ടും ജ്വലിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് വിഷയദാരിദ്ര്യം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എവിടെയോ എന്തോ ഒരിച്ചിരി കുറവ് വന്നിട്ടുണ്ട് അല്ലേ? ഒരു മങ്ങലുണ്ടെന്നുള്ളതാണ്. എന്നാ പറയാൻ എന്നും പറയുന്നില്ല. ആ ഒരു മടുപ്പ് ചുമ്മാ ആ ഹോ ഈ രീതി പറയുന്നവരുണ്ട്. അല്ല, ചില ഭാര്യയും ഭർത്താക്കന്മാരും നടന്നു ഒന്നും മിണ്ടാതെ പോകുന്ന കണ്ടിട്ടില്ലേ? വണ്ടിയിൽ യാത്ര ചെയ്താലും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ല, എന്തോ ഇതിനും വേണ്ടും പറയാനുള്ളതെന്ന് ഭർത്താക്കന്മാരുടെ ഒരു കമൻറ്റും ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഭാര്യമാരെ ഈ ആരോടെങ്കിലും ഒത്തിരി വർത്താനം പറയാൻ തുടങ്ങും. കെട്ടിയോ മിണ്ടിയില്ലേ. ഞാനൊരു ഫാമിലിയുടെ കൂട്ടത്തിൽ ഈ വിയന്നയിൽ ഒരു വലിയ മഞ്ഞ് പെയ്ത് വലിയ തൂണ് പോലെ ഒരു ഗുഹയുണ്ട്. ഇപ്പോൾ എല്ലാ ഗുഹയാണ്. അപ്പം ഇങ്ങനെ പോവുക. അപ്പം പോകുന്ന വഴിക്ക് കെട്ടിയോൻ വളരെ ഗൗരവത്തിലൊക്കെ പോകുന്നു. അപ്പം ഞാനിതാദ്യം ഇപ്പം ഭാര്യ പറയാൻ നടന്ന ഭയങ്കര അല്ല വെച്ചാൽ ഐസായിരിക്കുന്നത് കണ്ടു. നമ്മുടെ നാടിനെ പല കളവർ ഓടിച്ചുകൊണ്ട് പോയതിനും യൂറോപ്പിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ, അങ്ങനെയാ ഇങ്ങനെയാ എൻ്റെ പൊന്നു മനുഷ്യ എന്നാ നല്ല കാഴ്ചയാന്നൊക്കെ ഇവള് പറയുക. പറയുമ്പോൾ ഇയാൾ പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞപ്പോഴത്തേന് ഇയാൾ പിന്നെ അങ്ങ് തുടങ്ങി. ഇവിടെ ഇത്രയും പറഞ്ഞോളൂ. കെട്ടിയോൻ തുടങ്ങി. എന്നാ എന്നാ ഭയങ്കര അല്ല വെച്ചാൽ ഇന്ത്യ തോറ്റു പോകും, ലോകത്തെ അത്ഭുതമാണ് ഈ വ്യവസ്ഥയായ ഈ ഗുഹ, ഓരോ വയസ്സും തിരിപോലല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലെന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കും മനുഷ്യ, കേട്ട് മടുത്തു. ഉടനെ കെട്ടിയൻ, എടി ഈ ഗുഹയ്ക്കകത്ത് പോലും എനിക്ക് മിണ്ടാനുള്ള സ്വാതന്ത്ര്യം തരികയില്ലെന്ന് ചോദിച്ചു. കാരണം വീട്ടിലോ ഇല്ല, പലപ്പോഴും സംഭവിക്കുന്ന വർത്തമാനമില്ല, വർത്തമാനം പറയാതെ പോവും. ഇങ്ങനെ ഒരു യാത്രയാണ് അവിടെ. അതിൻ്റെ കാരണം ശരിക്കും സ്നേഹിക്കുന്നില്ല. ഏതാണ്ടൊക്കെ ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞല്ലേ, പരിതബന്ധു പെട്ടി വായിക്കുകയല്ലേ ഭാര്യയെ ചിരിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങളും അങ്ങനെ, ചില പെണ്ണുങ്ങളും അങ്ങനെ. അല്ല, ചിലർ ഇങ്ങനെ വായടപ്പിക്കുന്നവരുണ്ടല്ലോ, ഇതുപോലെ ഒന്നും മിണ്ടാതിരിക്കൂ, അപ്പം നമുക്കിങ്ങനെ പറയാൻ വരുന്നത് പോലും ചിലപ്പോൾ നമ്മൾ മിണ്ടാണ്ടാവും. ആ പ്രവണതയെ തീർന്നു പോകും. അങ്ങനെ നിശബ്ദരായ ഒരുപാട് പേരെ എനിക്കറിയാം. ഉണ്ടാവും, തീർച്ചയായിട്ടും. ചിലിങ്ങനെ എന്നാ പറഞ്ഞാലും ഒരു വിലയും തരുന്നില്ല, എന്നാ പറഞ്ഞാലും കാതും കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവർക്കും മൗനം വിദ്വാന് ഭൂഷണം. എന്താ ചുമ്മാ ഈ പാറയ്ക്കിട്ട് അടിക്കുന്നത് പോലെ, വായുവിൽ എഴുതുന്ന പോലെ അർത്ഥമില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ചില സ്വാഭാവികമായിട്ടും മൗനത്തിലേക്ക് മാറും. അങ്ങനെ മാറിക്കഴിയുമ്പം കുടുംബം മങ്ങാനും തുടങ്ങും. അപ്പോൾ ഞാൻ ഓർക്കാം, അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തൊരാവശ്യം എന്ന് പറഞ്ഞാൽ ഈ വൈകാരികമായ ആവശ്യങ്ങളാണ്. പലപ്പോഴും അവഗണിച്ച് പോകുന്ന, പലതും മൈൻഡ് ചെയ്യാതെയൊക്കെ കളയുന്ന ചില ആവശ്യങ്ങൾ വരും. അപ്പോൾ അതൊരു വളരെ ശ്രദ്ധിക്കേണ്ട മേഖലയായിട്ട് തോന്നാറുണ്ട്. വൈകാര്യം പല കാര്യങ്ങളിൽ വരാം കേട്ടോ. വൈകാര്യം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സ്ത്രീക്ക് ഭർത്താവുമായുള്ള ഈ ലൈംഗികതയുടെ മേഖലയിൽ താല്പര്യമുള്ള ചില സമയം കാണും, ഇല്ലാത്തതാണ്. ഇവിടെ ഒരു താല്പര്യം കാണിക്കുമ്പോഴത്തേക്ക് ചുമ്മാ വിട്ടുപോകുന്നതുപോലെ അകന്നു പോകുന്ന കെട്ടിയന്മാരുണ്ട്. ഒരു ഭയങ്കര പിണക്കത്തിനത് കാരണമാവും. പുരുഷന് സ്ത്രീയുമായുള്ള സഹവാസം കൊതിക്കുമ്പം അവൾ ഭക്തിയും പുണ്യവും പറഞ്ഞ് മാറിപ്പോയാൽ ഒരു ബേസിക് ഇമോഷണൽ വൂണ്ട്, വൈകാരിക മുറിവ് അവിടെ വരും. ആ മുറിവിന് പിന്നെ അടുക്കാൻ പാടാണ്. കാരണം ശരീരം അകലുമ്പോൾ മനസ്സും അകലും, ശരീരം അടുക്കുമ്പോൾ മനസ്സും അടുക്കും. ഇനി ഭാര്യയുടെ ദേഹത്തൊരു മുറിവോ രോഗമോ വല്ലാത്ത വേദന, ആ വേദനയെക്കുറിച്ചോ മുറിവിനെക്കുറിച്ചോ ഒരു പരിഗണനയില്ലാതെ എൻ്റെ തീറ്റ, എൻ്റെ കൂടി, എൻ്റെ ടൈം ടേബിൾ മാത്രം, അവൾ ചത്താലും ജീവിച്ചാലും വേണ്ടിയല്ല, അത് വൈകാരികമായ ഒരു അവഗണനയാണ്. ഭർത്താവ് ജോലി സ്ഥലത്ത് എന്തോ പ്രശ്നം കൊണ്ട് നീറിയിരിക്കുമ്പം അതിനെക്കുറിച്ച് ഒന്നും പറയാതെ ഭർത്താവിൻ്റെ അമ്മയുടെ കുറ്റവും പെങ്ങളുടെ കുറ്റവും പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് മനസ്സകലും. വൈകാരിക അവഗണനകളാണ്. ശരീരത്തിൽ, വികാരങ്ങളിൽ, ചിന്താധാരകളിൽ മനഃപൂർവ്വം നടത്തുന്നൊരു ഉപേക്ഷ, അത് കുടുംബത്തെ തകർക്കും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിൻ്റെ പ്രത്യേകത ഓർക്കണം. മുറിവുകളിൽ ചേർന്നിരുന്നവനാണ് ക്രിസ്തു. മുറിവുകളിൽ. അപ്പം നമ്മൾ ഈ മുറിവുകളിൽ ചേർന്നിരിക്കണം. അവിടെയാണ് വിജയം എന്ന് പറയുക. ഒരുപക്ഷെ എന്നും കേട്ടോ ആവർത്തിച്ചതോ ആയ തിന്മകളൊക്കെ ആകാം, എങ്കിലും ജീവിതപങ്കാളിയുടെ മുറിവിൽ ചേർന്നിരിക്കണം. മുറിവിൽ നിന്നും മുതലെടുക്കുന്നതാണ് പൈശാചികത. ഒരു തെറ്റൊരിക്കൽ പറ്റി,
അത് കുത്തി കുത്തി പറഞ്ഞ് അവളെ കൊച്ചാക്കരുത്. അത് മുറിവിൽ നിന്നും മുതലെടുക്കുന്നതാണ്. ഭർത്താവിൻ്റെ പാളിച്ച പറ്റി അത് തക്കം നോക്കി കുത്തി 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 പറഞ്ഞ് നൊമ്പരപ്പെടുത്തരുത്. മുറിവുകളിൽ ചേർന്ന് നിൽക്കുക, ഒരിക്കലും മുതലെടുക്കരുത്. ഈ ചേർന്ന് നിൽക്കുന്നതാണ് വൈകാരിക പൂർണ്ണത. ചേർന്ന് നിൽക്കുന്നില്ലേ അത് വൈകാരിക മുറിവായിട്ടും മാറും. ഈ വൈകാരികമായിട്ട് ചേർന്ന് നിൽക്കുന്നില്ലാത്തപ്പോൾ വരുന്ന ചില അപകടങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ അത് മറ്റുള്ളവർ മുതലെടുക്കാൻ സാധ്യതയില്ലേ? അതിപ്പോൾ ഉദാഹരണത്തിന് വീട്ടിൽ ഒരടുപ്പുമില്ല, ഒരു ഭാര്യ ഒന്നിനും ഭർത്താവിന് വഴങ്ങുന്നവളല്ല. സ്നേഹത്തിലും ദേഹത്തിൻ്റെ പങ്കുവയ്ക്കലിലും വികാരങ്ങളിലും ഒന്നിലും. അതൊരു ചുമ്മാ ഒരു റോബോട്ട് പോലെ ഒരു ഭാര്യ ഇങ്ങനെ പോകുന്നുള്ളൂ, വികാരങ്ങളൊന്നുമില്ല. അപ്പം സ്വാഭാവികമായിട്ടും ആണുങ്ങൾക്ക് അങ്ങനെയുള്ള ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ത്രീയിലേക്ക് അറിയാതെ അവൻ്റെ ചിന്തയും നോട്ടവും പോകും. അവിടെ ആണുങ്ങളെ പഠിച്ചിട്ട് കാര്യമില്ല. ചിലപ്പം ഓഫീസിലെ ഒരു ക്ലർക്കായിരിക്കും സ്ത്രീ, അല്ലെ കഞ്ഞി വെക്കാൻ വരുന്ന ഒരു കുശിനിക്കാരിയായിരിക്കും, അല്ലെ മുറ്റം അടിച്ചു വരാൻ വരുന്നവളായിരിക്കും. കാരണം വൈകാരിക തലത്തിൽ ഭാര്യ കൊടുക്കാത്തത് ഇവളിൽ കിട്ടുന്നു. ചില പെണ്ണുങ്ങൾ കാശ് മേടിക്കാൻ വേണ്ടി അത് മുതലെടുക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. ഇനി ഭർത്താവിന് ഒരു സ്നേഹവുമില്ല, ഒരു താല്പര്യവുമില്ല, ഒരു പരിഗണനയില്ല. എന്ത് സംഭവിക്കും? പണ്ട് കോളേജിൽ പഠിച്ച ക്ലാസ്മേറ്റ്സിൽ അങ്ങനെയുള്ള ആഗ്രഹമുള്ള ഒരാണിനെ അവൾ കണ്ടെത്തും. അതിൽ ജോലി സ്ഥലത്തൊരു പുരുഷനോട് അറ്റാച്ച്മെൻ്റ് ആവും. ഇത് മനഃപൂർവ്വം നെയ്തെടുക്കുന്നോ അല്ല. വൈകാരികമായ ഒരു പൂർണ്ണത കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്നിടത്തേക്ക് പോകുന്ന ഒരു കോമ്പൻസേഷനുണ്ട്. അതിപ്പം വെള്ളം ഒഴുകുമ്പം എങ്ങോട്ടാണ് ചെരിവിലേക്ക് ഒഴുകും, മുകളിലോട്ട് കയറിയല്ലോ. ഈ ഒഴുക്ക് പോലെ നമ്മുടെ വികാരങ്ങളും അതിനെങ്ങോട്ട് ഒഴുകാൻ സാധ്യതയുണ്ടോ ആ സാധ്യതയുള്ള സ്ഥലത്തേക്ക് അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ഇപ്പം വരുമ്പോൾ ഒരു ഭാര്യയെ കുറ്റം പറയാൻ പറ്റിയല്ല. കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പം നമ്മൾ കിട്ടത്തില്ലാത്തടത്ത് തപ്പാൻ തുടങ്ങും. പറയുമല്ലോ, സാന്നിധ്യമാകേണ്ടിടത്ത് സാന്നിധ്യമായില്ലെങ്കിൽ സാന്നിധ്യം ആകേണ്ട ചില സ്ഥലങ്ങളിൽ സാന്നിധ്യമാകും. പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ പ്രസൻ്റ് ആകേണ്ടിടത്ത് നമ്മൾ പ്രസൻ്റ് ആയില്ലെങ്കിൽ പ്രസൻ്റ് ആകേണ്ടാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പ്രസൻ്റ് ആകും. ഉദാഹരണം, ഭാര്യയോടുള്ള ഒരു വൈകാരിക അകൽച്ച ഒരാളെ തിരിക്കുന്ന കള്ളുകൂടിയിലേക്കായിരിക്കും. ഭർത്താവിനോടുള്ള ഒരകൽച്ച എപ്പോഴും ഈ ചാനലും ഫോണും ചാറ്റിങ്ങും ഗോസിപ്പിലേക്കും തിരിയും. പക്ഷെ എല്ലാം തൃപ്തിയുണ്ടോ? രണ്ടുപേരും പോവുകയല്ല, അകത്ത് തന്നെ നിൽക്കും. അപ്പം ഞാൻ ഓർക്കുക, ഈ വൈകാരികമായി തൃപ്തിയില്ലായ്മയും കാര്യങ്ങളും ഈ നമ്മുടെ ഉള്ളിലൊരു പിണക്കവും ദേഷ്യവും ഒക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു തീർക്കണ്ടേ? അത് നല്ലതല്ലേ? പലപ്പോഴും പറയല. ഉള്ളി വെച്ച് ഒരു പ്രശ്നം ഇതാണ്, ഒരു ദിവസം ഒന്ന് പിണങ്ങിയാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കോപം അസ്തമിക്കണം. പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഓരോ ദിവസം ഉണ്ടാകുന്ന ചെറുതും വലുതുമായ കാര്യം അന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഭാര്യയോട് പറയണം, ഭർത്താവിനോട് പറയണം. പറഞ്ഞില്ലെങ്കിൽ അത് ഉള്ളിൻ്റെ ഉള്ളറിലേക്ക് ഉറഞ്ഞു കയറുകയും പിന്നീട് അനുപാതികമല്ലാത്ത കോപത്തിലേക്ക് പൊട്ടിത്തെല്ലിക്ക് കാരണമാകും. ചിലപ്പോൾ ചില ഭർത്താക്കന്മാരിരിക്കും, എന്നാത്തിനാടി ഇതുപോലെ കോപിക്കുന്നത്, എന്നെ എടുത്തിട്ടാ? ഒരു കാര്യമല്ല, ഒരുപാട് കോപങ്ങളുടെ സമ്മേളനമകത്ത് കിടപ്പുണ്ട്. അത് ഒരു വാക്കായിട്ട് പുറത്ത് വരുന്നതാണ്. അത് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും. അപ്പോൾ നമുക്ക് ഈ വരുന്ന മുറിവുകൾ പറഞ്ഞ് തീർത്തില്ലെങ്കിൽ, ഇപ്പം പറയുകയാണ് ഉറങ്ങാൻ നേരത്തേടി ഇന്ന് നീ ആൾക്കാരുടെ കേൾക്ക വെച്ച് എന്നോട് പറഞ്ഞൊരു കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭാര്യയോട് ഭർത്താവിനോട് ഭാര്യ, ദേ ഇന്ന് സ്വന്തം പെങ്ങളുടെ മുമ്പിൽ വെച്ച് അതിനെക്കുറിച്ച് പറഞ്ഞ ബാക്കിയല്ലേ, ക്ഷമിക്കാൻ പറ്റുന്നതല്ല കേട്ടോ. അമ്മയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് ക്ഷമിക്കാൻ പറ്റുന്നതല്ല. കാരണം നമ്മൾ തമ്മിൽ മാത്രമുള്ളപ്പോൾ പറയേണ്ട കാര്യം അവരുടെ മുമ്പിൽ പറയാൻ പാടില്ല. അല്ല, ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത്, ചിലർ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്, തുറന്ന് പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പറയാൻ പോയാൽ അത് വീണ്ടും ഒരു അലമ്പിലേ അവസാനിക്കുകയുള്ളൂ, ബഹളത്തിലുള്ളൂ, കേൾക്കാനും അത് ഉൾക്കൊള്ളാനും നിന്ന് തരില്ല. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മളിത് പറഞ്ഞാലൊന്നും ഇവർ മനസ്സിലാക്കുകയില്ല, അവരങ്ങ് അംഗീകരിക്കുകയുമില്ല. അതിലും ഭേദം മിണ്ടാതിരിക്കുന്നതല്ലേ? അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ മൗനം തന്നെയാണ് നല്ലത് ചിലപ്പോൾ. കാരണം ഒരു കാര്യം ഇടപെട്ടിട്ട് അത് പരിഹാരമില്ലാതെയും ഈ മുറിവിൽ ചൊറിഞ്ഞാൽ പുണ്ണാകുന്ന രീതിയാണെങ്കിൽ മിണ്ടാതിരിക്കാന്നുള്ളൂ. അങ്ങനെയുള്ള പിന്നെ അവരെ ആളെ ഉൾക്കൊണ്ട് പോകാനായിട്ട് നമ്മൾ നമ്മുടേതായിട്ട് ശ്രമിക്കുക. പരമാവധി ആളെ ഉൾക്കൊള്ളാനും അങ്ങനെ കൊണ്ടുപോകാനും നമ്മൾ ശ്രദ്ധിക്കാനേ പറ്റുള്ളൂ. എങ്കിലും ചില സമയത്ത് പറയുകയും വേണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാനുള്ളത് പറയണം. കാരണം അല്ലേ പറയും, നീ പറഞ്ഞില്ലായിരുന്നല്ലോ, അത് പറയണം. അതെല്ലാവരോടും പറയേണ്ട കാര്യം മക്കളോട് പറയണം, പറയേണ്ട കാര്യം ഭർത്താവിനോട് പറയണം, ഭാര്യയോട് പറയണം.
അമ്മായിമ്മയോടും അമ്മായിപ്പനോടും പെങ്ങന്മാരോടും ഒക്കെ പറയണം. പറഞ്ഞില്ലേ നമ്മൾ രോഗിയായി പോകും അല്ലേ? അങ്ങനെ പറഞ്ഞില്ല ശരിയല്ല. ഇഷ്ടമുണ്ടെ സ്വീകരിച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾ ഒരു മുൻവിധിയോടെ കണ്ടെന്നിരിക്കും, അതൊക്കെ ഓക്കെ. പക്ഷെ നമ്മുടെ ഭാഗത്ത് ചെയ്തിരിക്കാം. സത്യത്തിൽ ഇപ്പം പറയാന്നുള്ളത് നമ്മൾ തുറന്നു പറഞ്ഞൊക്കെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളെങ്കിലും രണ്ടുപേരുടെയും വീട്ടുകാരെയൊക്കെ ഇടപെടുത്തിച്ച് പറ്റിയവരെയൊക്കെ അറിയിച്ച് അങ്ങനെയൊക്കെയാണല്ലോ പല കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ വീട്ടുകാരുടെ അന്യായമായ ഇടപെടലുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? ചില കുടുംബങ്ങളിലെ തന്നെ ഒരു വലിയ പ്രശ്നം കുടുംബാംഗങ്ങളുടെ ഇടപെടലാണ്. പല ഫാമിലി കേസുകളിലും വരുന്ന പ്രശ്നം ഭാര്യയുടെ അമ്മയുടെ ഇടപെടലാണ് ഒത്തിരിയിടത്ത്. ചിലത്തെ പ്രശ്നം ഭർത്താവിൻ്റെ അമ്മ പെങ്ങൾ, അപ്പന്മാരത്രയും വരുന്നില്ല. അമ്മ ആ റോളിൽ നിന്ന് സ്വാധീനിക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഇവൻ്റെ ആലോചന മുഴുവൻ അമ്മയായിട്ടാണ് എല്ലാ കാര്യം, ഒരിക്കലും ഭാര്യയോടല്ല. ഭാര്യയാണോ തുമ്പലും ചീരലും എന്നവിടെ അമ്മയ്ക്ക് ഫോൺ വിളിക്കും. ഭർത്താവിൻ്റെ ഇഷ്ടമില്ലാത്തൊരു കൊച്ചു കാര്യം വന്ന് ഉടനെ ഫോൺ വിളിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെയുള്ള പ്രശ്നം വലിയ അപകടമാണ്. അതുകൊണ്ടാണ് പഴയ കാരണവന്മാരുടെ ശൈലിയാണ് നല്ലത്. കെട്ടിച്ചു വിട്ടോ, നീ മാതാപിതാക്കളെ വിട്ടു, ഇനി ഭർത്താവിൻ്റെ വീട്ടിലാണ്. പെണ്ണ് കെട്ടിയോ, നീ നിൻ്റെ ഭാര്യയുടെ സ്വന്തമാണ്. പിന്നെ അപ്പനും അമ്മയൊക്കെ രണ്ടാം ഭാഗത്തേക്ക് മാറും. ഒന്നാം ഭാഗം കെട്ടി വന്ന പെണ്ണിനാണ്, ഒന്നാം ഭാഗം ഞാൻ കെട്ടിയ പുരുഷനാണ്. ആങ്ങള പുറകോട്ട് മാറണം, പെങ്ങന്മാർ പുറകോട്ട് മാറണം, എല്ലാവരും മാറണം. ഒന്നാം സ്ഥാനം ജീവിത പങ്കാളിക്ക്. പല കുടുംബങ്ങളിലും കാരണവന്മാർ മക്കളോട് പറയും, ശമ്പളമുള്ള പെണ്ണാണെങ്കിൽ അവൻ്റെ വഴിക്ക് നോക്കട്ടെ, തുമ്മിയാത്തിരിക്കുന്ന മൂക്കാണെ പോട്ടെ, ഞങ്ങൾ നിനക്കൊണ്ട് നീഞ്ഞു പോരടി. അങ്ങനെ വരെ തകർക്കുന്ന അമ്മയോട് അപ്പനോട് പലയിടത്തുണ്ട്. കാരണം ഒരു മകളൊക്കെ ഉള്ളപ്പം തീർച്ചയായിട്ടും സ്വാഭാവികമായ വൈകാരിക അറ്റാച്ച്മെൻറ്റ് ആകാം. പക്ഷെ അറിയല, അതുവഴി ഒരു കുടുംബം തീർന്നു പോവും, ഒരു ദാമ്പത്യം തകർന്നു പോവും, മക്കളുടെ ഭാവി ഇരുട്ടിലാവും. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള ഇടപെടൽ മാതാപിതാക്കൾ നടത്തരുത്. ഇനി ജീവന് ഭീഷണിയോ വലിയ അപകടമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇടപെടണം. സാധാരണ കാര്യങ്ങളിൽ ആവശ്യമില്ല. അത് അഡ്ജസ്റ്റ് ചിന്തിക്കാൻ പറയുക, പഠിക്കാൻ പറയുക, എന്നിട്ട് നമ്മൾ നമ്മുടേതായ ആവശ്യം നമ്മൾ പാലിക്കണം. വേറൊരു തമാശ, ഈ വീട്ടുകാരിടപെടുന്ന പോലെ തന്നെ നമ്മൾ പണ്ടൊക്കെ മക്കൾ എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ അമ്മ വഴി അങ്ങനെയൊക്കെ അപ്പൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് കേൾക്കാറുണ്ട്. ഇപ്പം ചിലയിടത്തൊക്കെ കെട്ടിയവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭാര്യയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുട്ടികൾ മുഖാന്തരമാണ്. പരസ്പരം മിണ്ടാൻ താല്പര്യമില്ല. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പോൾ ചില കുടുംബങ്ങളിലുണ്ട്, ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോണിൽ കൂടെ മെസ്സേജ് അയക്കും, ചോറ് റെഡി ഉണ്ണാമ്പ, മീഡിയ വഴി. ഒരു പരിക്കാത്ത താഴെയും മുകളിലുമാണ് മിണ്ടിയ. ചില മക്കൾ വഴിയാണ്. ചുമ്മാ എന്തെങ്കിലും ഭാര്യയോട് പറയാനുണ്ടോ അത് കുഞ്ഞുങ്ങളോട് പറയും. പറഞ്ഞു കഴിയുമ്പോൾ അവർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അമ്മയോട് അല്ലെ അപ്പനോട്. ഇപ്പോൾ തേർഡ് പാർട്ടിയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുക. അത് ശരിയല്ല ഒരിക്കലും. ഭാര്യയോട് പറയണത് ഭാര്യയോട് പറയണം, ഭർത്താവിനോട് പറയണം. ആ ഒരു രീതി ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങൾ വഴി ഒരു മധ്യസ്ഥര് വഴി പോകുന്ന അതിൻ്റെ അർത്ഥം ഫ്രീഡം ഇല്ല എന്നുള്ളതാണ്. നേരെ പറയാനൊരു സ്വാതന്ത്ര്യമില്ല. അത് ഭർത്താവിന് ഭാര്യയോടും തോന്നും, ഭാര്യയ്ക്ക് ഭർത്താവിനോടും തോന്നും. ആരെങ്കിലും വഴി ഒന്ന് അങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പോൾ അത് കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചിലരൊക്കെ ഈ വാശി തീർക്കുന്നതും മക്കളോട് മിണ്ടിക്കേണ്ട. ഒരുത്തനിങ്ങനെ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്നു, 5 പഠിക്കുന്ന കുട്ടി അപ്പനോട് ചോദിച്ചു, അപ്പ ലോകമഹാ യുദ്ധങ്ങൾ ഉണ്ടാകുന്നെങ്ങനെയാണ്? അപ്പം അപ്പൻ അമ്മയൊന്ന് കേൾക്കണം അടുക്കളയിൽ. മക്കളെ, ചില രാജ്യങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കുമ്പം ചില പിശാച് രാജ്യങ്ങൾ ചുമ്മാ ചൊറിയാൻ കയറി വരും. അങ്ങനെ വരുമ്പോഴാണ് ലോകമഹായുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. ഉടനെ ഭാര്യ ഒരു തവിയിടങ്ങി വന്നു. അങ്ങനെയല്ല മക്കളെ, ചിലപ്പോഴൊക്കെ ചില രാജ്യം താന്നു കൊടുക്കുമ്പം വേറെ തലകരുന്ന് നിരങ്ങും വേറെ ചില രാജ്യം. അങ്ങനെ ലോകമഹായുദ്ധം. കെട്ടിയവൻ പറഞ്ഞു, കൊച്ചെന്നോടെ ചോദിച്ചത്, കയറിപ്പൊടിന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ല, ഞാനങ്ങ് പോയേക്കാം. അത് കയറിപ്പോയി. ഉടനെ കുഞ്ഞുവനപ്പ ഇനി വിശദീകരിക്കേണ്ട, എനിക്ക് മനസ്സിലായി ലോകമഹായുദ്ധങ്ങൾ എങ്ങനെ ആരംഭിക്കുന്നു. ഇപ്പം മക്കളുമായിട്ട് പറയുന്നത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ ഈ സുഹൃത്തുക്കളുടെ ഇടപെടലുകൾ. ചിലർ സുഹൃത്തുക്കളാണ് ഇതുപോലെ മീഡിയേറ്റേഴ്സ്, പിന്നെ അവരുടെ അതിശക്തമായ ഇടപെടലുകൾ കാരണം ജീവിക്കാൻ മേലാത്തവർ. അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് ഈ ആണുങ്ങൾക്ക് ഒക്കെ ഒരു കുഴപ്പം, ആത്മമിത്രങ്ങളോട് കിടപ്പറയിലെ രഹസ്യം വരെ പറയുന്നു ചില സ്ത്രീകളോട്, കൂട്ടുകാരികളോട്.
അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ മുമ്പിൽ നമ്മുടെ വില പോയി. നമ്മുടെ ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കേണ്ട നിഗൂഢമായ കാര്യങ്ങൾ ചുമ്മാ അങ്ങ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈടില്ല, നമ്മൾ ശൂന്യമായി പോകും. അതുകൊണ്ട് കൂട്ടുകാരോട് പറയേണ്ട കാര്യവും പറയേണ്ടാത്തതുകൊണ്ട് കുടുംബ ബഡ്ജറ്റോ കുടുംബത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളോ അങ്ങനെ പലതും പറയാം, കൂട്ടുകാരോട് പറയാം. അതേ സമയത്ത് എൻ്റെ ഭർത്താവുമൊത്തുള്ള സ്വകാര്യ ജീവിതത്തിൽ അവൻ ഇങ്ങനെ അങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീ കൂട്ടുകാരോട് പറയല്ലേ. ഇനി കൂട്ടുകാരനോട് പറയാം ചില കാര്യം, പക്ഷെ അപ്പുറത്തേക്ക് സ്വകാര്യതയുടെ കാര്യങ്ങൾ ഒരിക്കലും കൂട്ടുകാരോട് പങ്കുവെക്കരുത്. പിന്നെ കൂട്ടുകാരെ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യാവൂ വിവാഹത്തിന് ശേഷം. വിവാഹത്തിന് മുമ്പുള്ള സുഹൃത്ത് ബന്ധമല്ല വിവാഹത്തിന് ശേഷം. വിവാഹത്തിന് നമുക്ക് കൂട്ടുകാരില്ല, പക്ഷെ വിവാഹം കഴിഞ്ഞപ്പം ഏറ്റവും വലിയ കൂട്ടുകാരെ കിട്ടി. പിന്നെ പഴയ കൂട്ടുകാർക്ക് പുറകോട്ട് പോകണം. അതുകൊണ്ടാണ് ഇപ്പം ഉദാഹരണത്തിന് ദാമ്പത്യത്തിൽ അതൃപ്തിയുള്ള ഒരു കൂട്ടുകാരനാണെങ്കിൽ അവൻ്റെ ഉപദേശം എപ്പോഴും ഭാര്യയോട് പ്രതികാരം ചെയ്യുന്ന രീതിയിലുള്ള വാക്കേ അവൻ പറയുന്നു. ദാമ്പത്യത്തിൽ തൃപ്തിയില്ലാത്ത സ്ത്രീയാണോ എങ്ങനെ കെട്ടിയോട് പരുഷമായി പെരുമാറാം, എങ്ങനെ വരച്ചവരെ കൊണ്ടുവരാം, ഇതേ പറയുന്നു. അതുകൊണ്ട് ഏതാണ് കൂട്ടുകാരെന്നും എങ്ങനെയുള്ളവരെ ഓപ്റ്റ് ചെയ്യണമെന്നും നമ്മൾ ചിന്തിക്കും. അന്നേരം ഓരോരുത്തരും അവനവൻ്റെ വ്യൂവിലാണല്ലോ മറ്റുള്ളവരെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാവരിൽ നിന്നും ഉപദേശമൊന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. എനിക്കതുപോലെ തന്നെ അവസാനമായിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതാണ്. നമ്മൾ ഈ പങ്കാളിയെ ഭയങ്കരമായിട്ട് തിരുത്താൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം പൂർണ്ണരാണ്, പെർഫെക്റ്റാണ്, നിങ്ങളാണ് പ്രശ്നം, നിങ്ങൾ അത് തിരുത്തൂ ഇത് തിരുത്തൂ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമ്മളിങ്ങനെ അക്സെപ്റ്റ് ചെയ്യാന്നാണല്ലോ പറയുക. അപ്പോൾ ഈ തിരുത്തുന്നവരോട് എന്താ അച്ഛന് പറയാനുള്ളത്? അതെ, തിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്നിലുള്ള ഒരു അധികാരഭാവമാണ്. ഒരു അപ്പൻ കോംപ്ലക്സ് എല്ലാവരിലും ഉണ്ട്, ഉള്ളിൻ്റെ ഉള്ളറകളിലുണ്ട്. അതിൻ്റെ ഗ്രേഡ് മാറി മാറി വരുന്നു എന്നുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമാണ് ഞാൻ തിരുത്തലിന് അധീനയാണ്, മറ്റൊരു വിധേയരാണ്. ഞാനൊരു ഓൾമൈറ്റിയാണ്. ആ ചിന്ത വരുമ്പോഴാണ് പ്രശ്നം വരിക. അപ്പം അതുകൊണ്ട് എപ്പോഴും തിരുത്താൻ പോയാൽ നേടാൻ പറ്റിയല്ല. അത്യാവശ്യ കാര്യങ്ങളിൽ തിരുത്തൽ പറയുക, അല്ലാത്തപ്പം സ്വയം വിഴുങ്ങി തീർക്കുക. തിരുത്തി എടുക്കാവുന്ന കാലം കഴിഞ്ഞു. ഒരു അടയ്ക്കാൻ മടി വെക്കാം, കമുകായ പിന്നെ മടി വെക്കാൻ പറ്റിയല്ല. കുട്ടിക്കാലത്ത് കുഞ്ഞുങ്ങളുടെ കാലത്ത് തിരുത്തൽ പറഞ്ഞൊക്കെ പോകണം. വിവാഹം കഴിഞ്ഞ് വലിയവരായി കഴിഞ്ഞ് ജീവിക്കുമ്പം ഒന്നും പറയണ്ട, ഉള്ളിൽ വെക്കുക, ബാക്കി ദൈവം നോക്കും, ആ രീതി വിട്ടുകൊടുക്കുക. അപ്പം ഇന്ന് ജാഗരൂകരായിരിക്കേണ്ട കുറേയധികം പോയിന്റുകൾ ഇങ്ങ് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കുറേ എന്നല്ല, ഒരുപാട് പ്രേക്ഷകർക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം പലരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇത് നമ്മുടെ ജീവിതം അല്ലെ അടുത്തുള്ളവരുടെ ജീവിതം, പലരുടെയും ജീവിതവുമായിട്ടൊക്കെ ബന്ധങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം അച്ഛൻ അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.